പുസ്തകങ്ങളെ തുറക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാമത് അധ്യായം. സദൃശവാക്യങ്ങൾ 18. സദൃശവാക്യം 18 അതിൻ്റെ 10-ാമത്തെ വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എല്ലാവരും വാക്യം ചേർന്ന് പറയാം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ദൈവത്തിൻ്റെ നാമം, വെളിപ്പെട്ട ദൈവത്തിൻ്റെ നാമങ്ങളെ നമ്മൾ പരിശുദ്ധ തിരുവചനത്തിൽ കാണുന്നുണ്ട്. നാമം, പേര് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ആണോ? അല്ല. അതുകൊണ്ടാണ് നെറ്റിലൊക്കെ തപ്പി പേരിടരുതെന്ന് പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പേരിടല്ലേ. പേരിടുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെ വേണം പേരിടാൻ. അതുകൊണ്ടാണ് ഹാനോക്ക് മോന് പേരിട്ടു. എന്താണ് ഹാനോക്കിട്ട പേര്? 65-ാമത്തെ വയസ്സിൽ ഹാനോക്കൊരു പേരിട്ടു. മോന് ജനിച്ചു. ആ മോന് ഏറ്റവും കൂടുതൽ ആയുസ് ജീവിച്ചിരുന്ന ആൾ മെഥൂശലഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്നുള്ളതാണ്. അതാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. മെഥൂശലഹ് മരിച്ച വർഷമാണ് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായതെന്ന് കണക്ക് നോക്കുമ്പോൾ അറിയാം. അപ്പം പേര് വളരെ പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പേരിടാൻ. ആദ്യം അവർക്കൊരു കൊച്ചുണ്ടായി. അവരാ കുഞ്ഞിന് പേരിട്ടു അനീഷ. പിന്നെ അവരൊരു പെണ്ണിനെ ആഗ്രഹിച്ചു, ആണെ കിട്ടി. അവർ പേരിട്ടു സുനീഷ. വീണ്ടും അവരൊരു കൊച്ചിനെ ആഗ്രഹിച്ചു, പെങ്കൊച്ചിന് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞുണ്ടായി, ആണാ ഉണ്ടായത്. സങ്കടമായിപ്പോയി, പേരിട്ടു ഫിനിഷ്. അനീഷ്, സുനീഷ്, ഫിനിഷ്. ഇനിയും വേണ്ടാന്ന് വെച്ച്. അങ്ങനെയാണോ പേരിടണ്ടേ? അല്ല. പേര് വലുതാണ്. പേരിന് ഭയങ്കര അർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ നാമം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ വാക്കിനൊരു അർത്ഥമുണ്ട്. ഞാൻ എന്താണോ, നീ എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ നിനക്ക് നീ ആഗ്രഹിക്കുന്നതാണ്. ഞാനാകുന്നവൻ ഞാനാകും എന്നിട്ട് ദൈവം പറയുന്നു, യഹോവ എന്നാണ് എൻ്റെ നാമം. അപ്പോൾ പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും നമുക്ക് ആവോളം കടന്നു പോകാം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തെ കാണുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എലോഹീം എന്നൊരു വാക്കാണ്. എലോഹീം അതൊരു റെസ്പെക്റ്റഡ് പ്ലൂറൽ വേർഡാണ്. പൂജക ബഹുവചനമാണ്. എലോഹീം അവിടെ നിന്നൊക്കെയാണ് തൃത്വത്തെയൊക്കെ ഡെറിവ് ചെയ്യാറുണ്ട്. എങ്കിലും എലോഹീമായി വെളിപ്പെട്ട ദൈവം പല നാമങ്ങളിൽ, പല വേദികളിൽ, പല സമയങ്ങളിൽ പ്രിയരായവർക്ക്, പിതാക്കന്മാർക്ക് വെളിപ്പെടുന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എലോഹീമായ ദൈവം ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എലോഹീം എന്നൊരു വാക്കാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാമത് അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുക. പുസ്തകം തുറക്കണേ. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലാണ് വിളി ആദ്യം ഉണ്ടാകുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചു. പക്ഷെ അവർ വന്ന് എവിടെ പാർത്തു? ഹാരാനിൽ പാർത്തു. കൂടെ വരണേ. ആരുടെ പാർത്തു? ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും അബ്രഹാമിനെ വിളിച്ചു. അപ്പോൾ പ്രായം എത്രയായിരുന്നറിയാമോ? 75 വയസ്സ്. തെളിവ് 12:4. ഉൽപ്പത്തി പുസ്തകം 12:4. അപ്പോൾ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് എത്ര വയസ്സായിരുന്നു? 75 വയസ്സായിരുന്നു. 75 വയസ്സിൽ പോകാൻ പറഞ്ഞു. പുറപ്പെടുമ്പോൾ സന്തോഷമായിട്ടൊക്കെ പോവുകയാണ്. പക്ഷേ ഇടയ്ക്ക് ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോയി എന്നാണ് കാണുന്നത്. ദേശത്ത് ക്ഷാമം ഉണ്ടായി. അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അവിടേക്ക് പോകുമ്പോൾ കൂടെ സാറായുണ്ട്. സുന്ദരിയാണ്. അപ്പോൾ ഈ സുന്ദരിയായ സാറായ ചെറുപ്പക്കാരത്തിൽ പോകുമ്പോൾ അപകടം ഉണ്ടാവുമെന്ന് ഒരു ചിന്ത തോന്നിയുകൊണ്ട് അവനോട് പറഞ്ഞു, ആരെങ്കിലും നീ ആരാന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയണം? പെങ്ങളാന്ന് പറയണം. കള്ളാണോ? സത്യമാണോ? കള്ളാണോ? എങ്ങനെ കള്ളാവും? ഭാര്യയാണ്. സത്യമാണോ? പെങ്ങളാണോ?
ആണ്. മുറപ്പെണ്ണ. അന്ന് അങ്ങനെ ഒരു കഷ്ടമുണ്ട്. മുറപ്പെണ്ണ. പെങ്ങളാണോ? ആണ്. ഭാര്യയാണോ? ആണ്. പക്ഷെ ഭാര്യയാണെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയണം? പെങ്ങളാണെന്ന് പറയണം. ഈ പുള്ളിയാണ് നമ്മൾ പിതാവെന്നൊക്കെ വിളിക്കുന്നത്. സ്വന്തം ഭാര്യ പെങ്ങളാണെന്ന് പറഞ്ഞൊരു പാർട്ടി. എന്നാലും തമ്പുരാൻ അബ്രാമിനെ മാനിക്കാൻ കാര്യമുണ്ട് കേട്ടോ. അബ്രഹാം പോയി മിസ്രൈമിൽ ചെന്നപ്പോൾ ഈ അബ്രഹാം, അവിടെ രസകരമായൊരു കാര്യമുണ്ട്. അബ്രഹാം മിസ്രൈമിലെത്തിയപ്പോൾ സ്ത്രീ, 14-ാം വാക്യം, അതിസുന്ദരി എന്ന മിസ്രൈമ്യർ കണ്ടു. 15-ാം വാക്യം, ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോൻ്റെ മുമ്പാകെ അവളെ ആൻഡ് വെൻ ദ പ്രിൻസസ് ഓഫ് ഫറവോ സോ ഹെയർ, ഫറവോൻ്റെ പ്രഭുക്കന്മാർ അവരെ കണ്ടു. ചുരുക്കത്തിൽ നിയമസഭയിൽ കൂടിയപ്പോൾ വയനാട് ഉരുളുപൊട്ടി ചുരം നടിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നു, അടിയന്തര പ്രമേയം, അതിസുന്ദരി എവിടെ വന്നിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടുണ്ട്. രാജാവ് കൽപ്പിച്ചു, നിയമസഭ പിരിച്ചു വിട്ടിരിക്കുന്നു. അടിയന്തര പ്രമേയം എല്ലാം നിർത്തി. കാരണം സുന്ദരി നണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഓരോരുത്തന്മാർ രാജാക്കന്മാരാകുമ്പോഴാണ് നാട് മുടിയുന്നത്. അപ്പം ഫറവോ പറഞ്ഞു, പൊക്കോ, നിയമസഭ പിരിച്ചു വിട്ടു. സാറായെ കൊണ്ടുവന്നു, അരമനയിൽ പോയി. പക്ഷേ അവിടെ ഒരു സംഭവം ഉണ്ടായി. ദൈവം അത് നിമിത്തം ആരെ ദണ്ഡിപ്പിച്ചു? ഫറവോയുടെ കുടുംബത്തെ ദണ്ഡിപ്പിച്ചു. വേണ്ടാത്തതൊക്കെ കയ്യിരുന്നാൽ എന്തോ ഉണ്ടാകും? ദണ്ഡന ഉണ്ടാകും. ദണ്ഡിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. അങ്ങനെ 13-ാം അധ്യായത്തിൽ അബ്രാഹാമും ലോത്തുമായിട്ടൊക്കെ പോവുകയാണ്. അങ്ങനെ ലോത്ത് അബ്രാഹാമിനെ വിട്ടുപിരിയുന്നു. ദൈവം അബ്രാഹാമിനോട് പറയുന്നു, 13-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ഞാൻ നിൻ്റെ സന്തതിയെ എന്തുപോലെ ആക്കും? ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാമെന്ന് പറഞ്ഞു. ഭൂമിയിലെ പൊടി പോലാക്കും. 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിൻ്റെ പുറത്തു കൊണ്ടുവന്നിട്ട് പറയുന്നൊരു വാക്യമുണ്ട്, 15-5, പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് പറഞ്ഞു. എന്തുപോലെ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. 13-ാം അധ്യായത്തിൽ പറയുന്നത് നിൻ്റെ സന്തതി എന്തുപോലെ? ഭൂമിയിലെ പൊടി പോലെ. 15-ാം അധ്യായത്തിൽ പറയുന്നത് നക്ഷത്രങ്ങൾ. അപ്പോൾ അബ്രഹാമിന് 2 ടൈപ്പ് മക്കളുണ്ട്. ഒന്ന് പൊടി പോലത്തെ മക്കൾ, 2 നക്ഷത്രങ്ങളെ പോലുള്ള മക്കൾ. വ്യത്യാസം എന്തായിരിക്കും? 2 മക്കളാണ്. ചിലർ പറയാറുണ്ട്, ഇന്ന കൂട്ടരാണ് പൊടി പോലുള്ളത്, ഇന്നരാണ് നക്ഷത്രങ്ങൾ. എന്തായിരിക്കും പൊടി പോലെ? പൊടി പോലെന്ന് പറയുന്നത് സിമ്പിളാണ്. മണ്ണിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ അവരാരോ, അവരെ എന്തെന്ന് വിളിക്കാം? മണ്ണിൻ്റെ മക്കളാണ്. എന്നാൽ മണ്ണ് ജീവിക്കുമ്പോഴും വിണ്ണിലേക്ക് ചിന്തിക്കുന്നവരുടെ പേരെന്താ? വിണ്ണിൻ്റെ മക്കളാണ്. ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, പല്ലേ നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ 2 തരം മക്കളുണ്ടാകും എന്നൊക്കെ പറഞ്ഞു 13-ാം അധ്യായത്തിൽ. 14-ാം അധ്യായത്തിൽ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ലോത്തിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അബ്രഹാം ചെന്നിട്ട് ലോത്തിനെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. ലോത്തിനെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവം അബ്രഹാമിന് വെളിപ്പെടുന്നുണ്ട്. അതാണ് 19-ാം വാക്യം, 14-19. അവനവനെ അനുഗ്രഹിച്ച് 18-ാമത്തെ വാക്യം, ശാലൻ രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. ഉറക്കെ പറഞ്ഞ്, അവൻ ആരായിരുന്നു? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പേര് അവിടെ വെളിപ്പെടുകയാണ്. എന്താണ്? അത്യുന്നതനായ ദൈവം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അത്യുന്നതനായ ദൈവം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാറ്റിനും മീതെ ആരുണ്ട്? ദൈവമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത് അധ്യായത്തിൽ കാണുന്നു, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവം എങ്ങനെ ഇരിക്കുന്ന കണ്ടു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ടു. ഇവിടെ കാണുകയാണ് അത്യുന്നതനായ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ ദൈവം വെളിപ്പെട്ടു അബ്രഹാമിന്. ലോത്തിനെ രക്ഷിച്ചു കൊണ്ടുവരിക. ഞാൻ അത്യുന്നതനാ, എൻ്റെ പേര് എൽ എലിയോൺ എന്ന, അത്യുന്നതനായ ദൈവം. എലോഹിമായ ദൈവം അബ്രഹാമിന് വെളിപ്പെടുന്നു, ഞാൻ എൽ എലിയോണാണ്, അത്യുന്നതനാണ്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലാണ് ഞാൻ ഇരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് യെശയ്യാ പ്രവാചകനോട് പറയുന്നത്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന. 56 വർഷം ഭരിച്ച ഉസിയാ രാജാവ് മരിച്ചുപോയി. ദിനവൃത്താന്ത പുസ്തകം പഠിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. 56 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വലുതാണ്. മറ്റ് അയൽ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് പിടിച്ചടക്കി, ഗത്തിൻ്റെ മതിലും
ഓഫ്നിയുടെ മതിലൊക്കെ ഇടിച്ചു കളഞ്ഞ് അവിടെ മതിലുകളൊക്കെ കെട്ടി, കൃഷിത്തോട്ടങ്ങളൊക്കെ കെട്ടി, വലിയ സൈന്യ ബലത്തെയൊക്കെ ഉണ്ടാക്കി രാജാവ് മരിച്ചു പോകുമ്പോൾ ഇനി രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കും? പ്രവാചകനെന്നും ആശങ്കയാണ്, രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കും? അപ്പോഴാണ് ദൈവം പ്രവാചകൻ വെളിപ്പെട്ട് പറയുന്നത്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാറ്റിനും മീതെ ആരുണ്ട്? ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എല്ലാറ്റിനും മീതെ ലാസ്റ്റ് വാക്ക് ആരുടേതാ? അത്യുന്നതൻ്റേതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ക്യാൻസറൊക്കെ വന്നാൽ റിപ്പോർട്ട് കൈപിടിക്കുന്നു. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഏറ്റവും പ്രശസ്തനായ ഡോക്ടറാണ് പറഞ്ഞത് ഇനിയും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് തീർക്കും. പക്ഷേ ലാസ്റ്റ് വേർഡ് ഡോക്ടറുടേതാണോ ദൈവത്തിൻ്റേതാണോ? ദൈവത്തിൻ്റെതാണ്. വിശ്വസിക്കുന്നവർ നാമം പറഞ്ഞേ. ലാസ്റ്റ് വേർഡ് എന്തിൻ്റേതും ദൈവത്തിൻ്റേതാണ്. കാരണം ദൈവം എല്ലാറ്റിലും മീതെയുള്ള ദൈവമാണ്, അത്യുന്നതനായ ദൈവം. കരമുയർത്തി സ്തുതിച്ചേ. അത്യുന്നതനായ ദൈവം. എല്ലാ ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കോടതി നിയമങ്ങളിൽ ഒക്കെ അന്ത്യവിധി വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. ഒരു പ്രതീക്ഷയില്ലാത്തിടത്ത് ദൈവം നീതിയോടെ വിധിക്കുന്നു. എന്താ കാര്യം? ദൈവം അത്യുന്നതനായ ദൈവമാണ്. രാജാക്കന്മാരുടെ ഹൃദയത്തെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ തിരിക്കാൻ കഴിയുന്ന എൻ്റെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. എലിയോണായ ദൈവം, അത്യുന്നതനായ ദൈവം. ഉറക്കെ പറഞ്ഞേ, നമ്മുടെ ദൈവം ആരാണ്? അത്യുന്നതന. ഉറക്കെ പറഞ്ഞേ, നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. 14-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെടുകയാണ്, അബ്രഹാമേ, ഞാൻ അത്യുന്നതനാണ്, അത്യുന്നതനാണ്, എല്ലാറ്റിനും മീതെയാണ് ഞാനാണ് അവസാന വാക്ക്, ഞാനാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക്, മറ്റാരുമല്ല. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മുടെ മേലുള്ള മാനേജറല്ല. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ദൈവം അത്യുന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം. 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുകയാണ്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. ഈ മിസ്രൈമ്യ ദാസി മിക്കവാറും 12-ാം അധ്യായത്തിൽ അവർ ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോയി. അവിടുന്ന് കിട്ടിയ ഒരാളായിരിക്കണം ഈ ഹാഗർ മിസ്രൈമ്യ ദാസി. അവൾ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ വെച്ച് ഈ സാറായിക്ക് മക്കളില്ല. അപ്പം സാറായി അബ്രഹാമിനോട് പറയുന്നു, എനിക്ക് മക്കളെ വേണം, അതിന് ഹാഗറിലൂടെ മക്കളെ ലഭിക്കണം. അതൊരു ഒരു ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഒരു ദാമ്പത്യത്തിൽ സത്യത്തിൽ മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൂടുതലും അപ്പനാണോ അമ്മയാണോ? മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൂടുതലും അപ്പനാണോ അമ്മയാണോ? അമ്മയാണ്. അതിനൊരു കാരണമുണ്ട്. ഇന്നത്തെ പെൺകുട്ടികളെ സ്വീകരിച്ചാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവൾ അമ്മയാകാനുള്ള ഒരു വിളിയുള്ളവളാണ്. കണ്ടിട്ടില്ലേ? ചെറുക്കന്മാരൊക്കെ ഇപ്പോൾ അങ്ങനത്തെ കളിയൊന്നും ഇല്ല, വേറെ ലോകം. ചെറുക്കന്മാർ തോക്കൊക്കെ എടുത്ത് ടിഷ്യൂ 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 എന്നൊക്കെ വെക്കുമ്പോൾ അവളെ കണ്ടിട്ടുണ്ടോ? അവൾ സാരിയൊക്കെ എടുത്ത് ഒരു പാവയൊക്കെ ഉണ്ടാക്കി അതിനെ മടി വെച്ചിട്ട് താരാട്ട് പാടും. അവൾ എന്തിനാ അങ്ങനെ താരാട്ട് പാടുക? അവൾ അങ്ങനെയാണ്. അവൾ അമ്മയാകാൻ വിളിക്കപ്പെട്ടവളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഈ സഹോദരിമാർക്ക് ഏണുണ്ട്. എന്തിനാ? കൊച്ചിനെ വെക്കാനാ. ആണിൻ്റെ ഇവിടെ കൊച്ചിനെ വെച്ച് ഊന്ന് താഴെ പൊത്തില്ലേ, പെണ്ണിൻ്റെ അവിടെ കൊച്ചിനെ വെച്ച് അവിടെ ഇരിക്കും. അപ്പം സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാകാൻ വേണ്ടിയാണ്. ഇന്ന് ഏത് പെൺകുട്ടികൾ എനിക്ക് അമ്മയാകണ്ടെന്ന് പറഞ്ഞാലും അമ്മയാകാനുള്ള ഒരു വിളിയാണ് സ്ത്രീ. അപ്പോൾ ഹാഗറിന് അമ്മയാകണം, സാറയ്ക്ക് അമ്മയാകണം. പക്ഷെ അന്ന് അമ്മയാകാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അന്നൊരു കഷ്ടം ഉണ്ടായിരുന്നു. മൂത്ത ദാസിയിൽ മക്കളുണ്ടാകാം. അന്നത് കഷ്ടം, ഇന്നത് പീഡനമാണ്. ഇന്നങ്ങനായ അകത്ത് പോകും, പക്ഷെ അന്ന് അത് കഷ്ടമാണ്. അങ്ങനെ ഹാഗറിൻ്റെ അടുക്കൽ പോയൊരു കുഞ്ഞുണ്ടായി. ഹാഗർ ഗർഭിണിയായപ്പോഴത്തേന് ഹാഗറിൻ്റെ മട്ട് മാറി. അതാണ്, ഹാഗർ ഗർഭിണിയായപ്പോൾ അവൾ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. കണ്ട, വലിയ കാര്യമാണ്, വലിയ യജമാനത്തിയാണ്, വലിയ പുള്ളിയാണ്, സാറായിയാണ്. പക്ഷെ ആരില്ല? മക്കളില്ല. അപ്പോഴത്തേന് നിന്ദിതയായി. അപ്പം അവൾ പറയുകയാണ്, നിന്ദിതയായി. 5-ാം വാക്യം, അപ്പോൾ സാറായി അബ്രഹാമോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് ആരാ ഉത്തരവാദി? നീയാണ് ഉത്തരവാദി. 2-ാം വാക്യം കണ്ടോ? സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നത്, എൻ്റെ ഭാസിയിൽ അടുക്ക ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞ് അബ്രഹാമിനെ പറഞ്ഞു വിട്ടതാരാ? സാറായി. കൊച്ചുണ്ടായപ്പം സാറ പറഞ്ഞെന്താ?
എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ താൻ ഒറ്റ ഒരുത്തനാണ് കാരണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സാറാ പറഞ്ഞു. ഇത് ഇന്നത്തെ എല്ലാ സ്ത്രീകളും പറയും, എല്ലാവരും പറയുകയും ചെയ്യും. അവസാനം അവർ പറയും, ഞാൻ അന്നേരമേ പറഞ്ഞതാ. അപ്പം അവർക്ക് കേൾക്കണ്ടായിരുന്നു, നിങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്ന അത്തരാധുനിക ഭാര്യയുടെ തലതൊട്ടമ്മയാണ് ആര്? സാറായി. പറഞ്ഞത് ശരിയല്ലേ? പറഞ്ഞു, എനിക്ക് ഭവിച്ച അന്യായത്തിന് താൻ ഒറ്റ ഒരുത്തനാ കാരണം എന്ന് പറഞ്ഞു. ഇതിന് കാരണമുണ്ട്. ആഗർ അന്ന് വരെ അടുക്കളയിലായിരുന്നു. അബ്രഹാം വരുമ്പോഴൊന്നും ആഗർ വെളിച്ചത്ത് പോലും വരത്തില്ല. ഇപ്പോൾ അവൾ പുതുക്കെ അബ്രഹാം വന്നപ്പോൾ എടുത്ത് വന്ന്, ചേട്ടാ കാപ്പി വേണം, മോരും വെള്ളം വേണം, കയ്യിൽ തരട്ടെ, വിളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്ക് കൊണ്ടു? സാറായി കൊണ്ട്. സാറായുടെ മട്ട് മാറി. സാറ എന്ത് ചെയ്തു? അവളോട് കാഠിന്യം തോന്നി. അവളോട് കാഠിന്യം ചെയ്തു എന്ന് പറഞ്ഞു. അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. 16:6 കണ്ടോ? സാറ ഓടിച്ചു. ആരെ? ആഗറിനെ. ഇതൊരു കുറച്ചൊരു സത്യമാണ്, കല്ലെറിയരുത്. സ്ത്രീ നിരൂപിച്ചാൽ ആരെ ഓടിക്കാം? അവൾ ഓടിച്ചു. ആരെ ഓടിച്ചു? ആഗറിനെ ഓടിച്ചു. ആഗർ ഓടിപ്പോയി. ഗർഭിണിയാണ്, അവൾ ഓടിപ്പോയി. അവൾ ഗർഭിണിയാണ്, അവൾ ഓടിപ്പോയിട്ട് ശൂർ മരുഭൂമിയിൽ ഒരു നീരിൻ്റെ ഉറവിനരികെ, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ യഹോവയുടെ ദൂതൻ അവളെ കാണുകയാണ്. പ്രിയരെ, ഈ പാവം പിടിച്ച കുട്ടി ഓടിപ്പോവുകയാണ്. അവൾ ആരാ? അവൾ മിസ്രയീമ്യ ദാസിയാണ്. ഇന്നെൻ്റെ പേരിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് പേരുണ്ട് അന്യസംസ്ഥാനക്കാരാ. ബംഗാളികളെന്നോ ഉത്തരേന്ത്യക്കാരെന്ന് നമ്മൾ പറയത്തില്ല, ബംഗാളികളെന്ന്. അവരെല്ലാം ഒറ്റയടിക്ക് വിളിക്കുന്ന പേരാ എന്താ? ബംഗാളികളാണ്. നമ്മളിവിടെയൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഓർത്താതെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം അവരിലൊരുവൻ വന്ന ഇന്ന് പിന്നെ ആധാറൊക്കെ നോക്കി കണ്ടുപിടിക്കാം. അവളെ എങ്ങനെ കണ്ടുപിടിക്കും? അവൾ ശൂരിൻ്റെ അരികിൽ പോകുന്ന നീരിനിറങ്ങെ ഈ മിസ്രയീമ അടിമ പെൺകുട്ടി ഗർഭിണി കിടക്കുക. ആരവളെ കാണാനാ? ആരവളെ ശ്രദ്ധിക്കാനാ? അങ്ങനെ ഇരിക്കെ എന്നാറേ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറയും, നീ ഗർഭിണിയല്ലോ. 11-ാം വാക്യം, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവനെ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെപ്പോലുള്ള മനുഷ്യനായിരിക്കും. അവനോടുള്ള കാര്യങ്ങൾ പറയുക. 13-ാം വാക്യം, എന്നാറേ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹൈ രോയി എന്ന് പേരായി. എന്നെ കാണുന്ന ദൈവം. ഒന്ന്, അത്യുന്നതനായ ദൈവമാണ്. 2, ഒരു ഗർഭിണി അടിമപ്പെണ്ണ്, മിസ്രയീമ്യ പെണ്ണ് ഓടിപ്പോയി. അവൾ നീരുറവിനരികെ കിടക്കുമ്പോൾ അവൾ കണ്ടൊരു കാര്യമുണ്ട്. ആ ഗർഭിണിയെ, പരാക്രമം ഗർഭിണികളോട് പാടില്ലെന്നാ. പക്ഷേ ഇവൾ ഗർഭിണി, ഇവൾ അനാഥ, ഇവൾ അടിമ. അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അടിമയാ, ഞാൻ അനാഥയാ, ഞാൻ ഗർഭിണിയാ. ഞാൻ മരിച്ചു കിടന്ന ആരെന്നെ കാണാനാ? ഞാൻ മരിച്ചു കിടന്ന ആരെന്നെ നോക്കാനാ? പക്ഷേ അവൾ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ ഇവിടെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പേര് എന്നെ കാണുന്ന ദൈവം. എന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം. ഈ രാത്രി ഓരോരുത്തരെയും കാണുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതിപ്രിയരെ, നമ്മളെ കാണുന്ന ഒരു ദൈവത്തിൻ്റെ പേരാണ് എൽ റോയി, എന്നെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പേരാണ് എൽ എലിയോൺ. ഇവിടെ കാണുന്നു, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് എൽ റോയി, എന്നെ കാണുന്നവൻ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കാവുന്നവർ കരങ്ങൾ ഉയർത്തി കണ്ണുകളെല്ലാം അടച്ച് ദൈവത്തോടൊന്ന് പറഞ്ഞ്, അങ്ങനെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ടല്ലോ. ആരും കണ്ടില്ലെങ്കിലും കാണുന്നവനൊരുവനുണ്ട്, അവൻ നമ്മളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാടിനടുത്തൊരുവൻ, ഒരു പാവം സാധു വർഷങ്ങൾക്ക് മുമ്പ് പാടി, ആരും സഹായമില്ലെല്ലാവരും പാരിൽ, കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്, അവൻ കാണുന്ന ദൈവമാണ്. ഈ രാത്രി ഓരോരുത്തരെയും കാണുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. എന്നെ നിങ്ങളെല്ലാം കാണുന്ന ഒരു ദൈവം,
ദൈവത്തിൻ്റെ പേര് എൽറോയി എന്ന. ദൈവം കാണുന്ന ദൈവം. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ അകം കാണുന്നൊരു ദൈവം. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ അകത്തെ കാണുന്നൊരു ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഉറപ്പാ, അത് മതിയല്ലോ. കാണുന്നൊരു ദൈവമുണ്ട്, കാണുന്നൊരു ദൈവമുണ്ടല്ലോ. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മീ. ഫോർ മീ ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഐ ഹാവ് എ ഗോഡ് ഹു സീസ് മീ. എന്നെ കാണുന്നൊരു ദൈവം. ഇന്ന് ഓരോരുത്തരെയും കാണുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആരും സഹായമില്ലല്ല വരും പാരിൽ കണ്ടും കാണാതെയും ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവൻ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുമ്പോ. പ്രിയരെ, ആ വിധവ, ആ അനാഥ, അന്യ സംസ്ഥാനക്കാരത്തി, അടിമപ്പെണ്ണ്, ഗർഭിണി, ശൂരിന് പോകുന്ന മരുഭൂമിയിൽ ദൈവത്തിനൊരു പേര് വിളിച്ചു. അവൾ കണ്ട ദൈവത്തെ, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തിൻ്റെ പേര് കാണുന്ന ദൈവമാണ്. തങ്കലേകാഗ്രചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണ് ഭൂമിയിലെങ്ങാട് ഊടാടിക്കൊണ്ടിരിക്കുക. എന്നെ നിങ്ങളെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന്, എന്നെ നിങ്ങളെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രി അറിയുന്നവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. നമ്മളെ കാണുന്ന ദൈവമുണ്ട് കേട്ടോ. ഈ രാത്രി പുറം കാണുന്ന ദൈവമല്ല, അകം കാണുന്ന ദൈവമുണ്ട്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ കർത്താവിനോട്. ഇന്നതാ കർത്താവ്, നീ എന്നെ കാണുന്നുണ്ടല്ലോ, എന്നെ കാണുന്നുണ്ടല്ലോ. ആരും കാണാത്ത എൻ്റെ അവസ്ഥകളെയും എൻ്റെ വേദനകളെയും എൻ്റെ ഭാരങ്ങളെയും എല്ലാം കാണുന്ന, ശൂര്യന് പോകുന്ന നീരിൻ്റെ ഉറവിൽ ഈ പെൺകുട്ടി ആര് കാണാനാ? ഈ മരുഭൂമി ഇവളെ ആര് കാണാനാ? ഈ മരുഭൂമിയിൽ ഇവളെ ആര് കാണാനാ?
പക്ഷേ ശൂന്യ പോകുന്ന ഈ മരുഭൂമിയുടെ നീരുറവിനരികിൽ അവളെ കാണുന്ന ഒരുവൻ എൽറോയി, 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 എൽറോയി. പട്ടണത്തിൻ്റെ തിരക്കുകൾക്കകത്ത് പതിനായിരങ്ങൾ ചേക്കേറിയ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരുവനെ ഒരുവളെ ആര് കാണാനാ? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നു കയറിയ ഈ നാട്ടിൽ ഒരു കുട്ടി ആര് കാണാനാ? പക്ഷേ കാണുന്നവൻ എൽറോയി, എൽറോയി. ഓരോരുത്തരെയും കാണുന്ന ദൈവത്തിൻ്റെ കണ്ണ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ആ പേര് വിളിച്ച് ഹൃദയത്തിൽ നാം പേര് വിളിച്ച് പ്രാർത്ഥിച്ചേ. എന്നെ കാണുന്ന ഒരു ദൈവമേ, നീ എന്നെ കാണുന്നുണ്ടല്ലോ. എൽറോയി, 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 എൽറോയി. എന്നെ കാണുന്ന, എന്നെ കാണുന്ന, എന്നെ കാണുന്ന, എന്നെ കാണുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. എൽ എലിയോണ, അത്യുന്നതനായ ദൈവം, ഭൂമിയിലുള്ള സകലത്തിനും മീതെ വാഴുന്ന ദൈവം. വാഴുന്നത് സ്വർഗമാണ്, അവിടുന്ന് അത്യുന്നതനാണ്. ആ ദൈവം ആഗറിന് പറയുക, ആഗർ ആ ദൈവത്തെ വിളിച്ചു, എന്നെ കാണുന്നവനെ, എന്നെ കാണുന്നവനെ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? 17-ാം അധ്യായം. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമിന് എത്ര വയസ്സാ? 99. 16-ൻ്റെ അവസാനം. ഹാഗർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86. 86ഉം 99 വ്യത്യാസം എത്ര? 13 അല്ലേ? 13. 13 വർഷം ദൈവം നിശബ്ദനായിരുന്നു എന്ന് കാണാൻ കഴിയും. അതിന് കാരണമുണ്ട്. ദൈവം പറയാത്തൊരു കാര്യത്തിനാണ് അബ്രഹാം പോയത്. ദൈവം അബ്രഹാമിന് മക്കളെ കൊടുക്കുമെന്ന് 12-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ മക്കളെ കൊടുക്കുമെന്ന് വിശ്വസിക്കാനുള്ള കഴിവാണ്. ഇതിനിടയ്ക്ക് അബ്രഹാം ഒരു സാറാ മുഖാന്തരം ഒരു കുറുക്ക് വഴി തേടിയതാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. ദൈവം പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ശരിയാണ്, മക്കളെ തരുമെന്നൊക്കെ പറഞ്ഞു. മക്കളെ കിട്ടിയാൽ പോരെ, ആരും കൂടെ കിട്ടിയാൽ എനിക്കൂടെ വണ്ണം വേണമെന്നില്ലല്ലോ. അപ്പം അതിന് സാറ അബ്രഹാമിന് ഒരു വഴി പറഞ്ഞു കൊടുത്തു, ദൈവത്തിന് വഴി പറഞ്ഞു കൊടുത്തു. ആ വഴിയാണ് ആര്? ഹാഗർ. നമ്മളും പലപ്പോഴും ഇതുപോലെ ദൈവത്തിന് എന്താ കൊടുക്കും? വഴി പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. 2003 ഇന്നൊക്കെ അല്ല, എത്രയോ വർഷം മുമ്പ്. അന്ന് ഞങ്ങൾ ഹോള് പണിയാൻ തുടങ്ങുമ്പോൾ മണ്ണ് മാറ്റാനാണ്. കുറച്ച് മണ്ണ് മാറ്റിയാലേ ഹോള് പണിയാനൊക്കത്തുള്ളൂ. അപ്പോൾ മണ്ണ് മാറ്റാൻ അന്ന് ഈ JCB എന്ന് പറയുന്ന കമ്പനിയുടെ പേരാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താണ്, ഈ ആ കമ്പനി JCB എന്നല്ലേ അറിയപ്പെടും. അതുകൊണ്ട് ആ വണ്ടിക്ക് തന്നെ എന്തൊന്നും പേരായി? JCBയുടെ പുറകെ നടന്നിട്ടൊന്നും JCB വരുന്നില്ല. അവസാനം ഒരു JCBക്കാരൻ രാവിലെ വന്ന് 2-3 മണിക്കൂർ പണിയാന്ന് പറഞ്ഞു. സന്തോഷമായി. രാവിലെ JCBക്കാരൻ വരത്തില്ലേ. ഈ പൊട്ടനുണ്ടല്ലോ, ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. രാത്രി 2-3 പേരെ കൂട്ടിയിട്ട് കല്ലെല്ലാം ഇളക്കി മാറ്റിയിട്ടു. വഴി വെട്ടി. ആർക്ക്? JCBക്ക്. കഷ്ടപ്പെട്ട് കളയ്ക്കുക. JCBക്ക് വഴി വെട്ടേണ്ട കാര്യമുണ്ടോ? JCB വരുന്ന പോലും എന്ത് വെട്ടാനാ? വഴി വെട്ടാനാ. ഇതുപോലെ നമ്മൾ തമ്പുരാന് വഴി പറഞ്ഞു കൊടുക്കുന്നു. ആകെ സാറ ഒരു വഴി പറഞ്ഞു കൊടുത്തു. നമ്മൾ ദൈവത്തിനെ എന്താ പഠിപ്പിക്കരുത്? വഴി പഠിപ്പിക്കരുത്. ഉറക്കെ പറഞ്ഞ്, ദൈവത്തിനെ എന്താ പഠിപ്പിക്കണ്ട? വഴി പഠിപ്പിക്കണ്ട. ദൈവത്തിന് എന്തുണ്ട്? വഴിയുണ്ട്. അവൻ്റെ വഴികൾ അഗോചരങ്ങളാണ്. നമ്മുടെ വിചാരങ്ങളല്ല അവിടുത്തെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകളല്ല അവിടുത്തെ ചിന്തകൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ എത്ര വലുതാണ്. എന്നെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉന്നതമായ വിചാരങ്ങളാണ്. അപ്പോൾ ആഗറിൻ്റെ അടുക്ക പോയത് കൊണ്ട് 13 വർഷം നിശബ്ദനായി ദൈവം. കട്ടീസ് ആര് തമ്മി? ദൈവവും
അബ്രഹാമും തമ്മി 13 വർഷം മിണ്ടിയില്ല. നമ്മൾ 13 130 വർഷം മിണ്ടിയില്ല, അറിയത്തൂരില്ല. കാരണം നമ്മളത് കേൾക്കാറില്ല. പക്ഷെ അതല്ല അബ്രഹാം ദിവസവും രാവിലെ ദൈവശബ്ദം കേൾക്കുന്നവനാണ്. കൂടാരം മാറ്റണമെങ്കിൽ പോകണമെങ്കിൽ ദൈവശബ്ദം കേൾക്കണം. 13 വർഷം ദൈവം മിണ്ടാതിരുന്നു. പക്ഷേ മിണ്ടാതിരുന്ന ദൈവം തന്നെയാണ് കൂട്ടുകൂടാൻ വീണ്ടും വന്നത്. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിന് ഒരിക്കലും മനുഷ്യനോട് അകന്നിരിക്കാൻ ഒക്കില്ല. എന്നേക്കുമായിട്ട് നിശബ്ദനായിരിക്കാൻ കഴിയില്ല. അബ്രഹാമിൻ്റെ അടുക്ക വന്നിട്ട് പറയുകയാണ്, അബ്രഹാമേ വിളിച്ചു. 99 അവനോട് പറഞ്ഞു, ഞാൻ ആരാ? സർവശക്തനായ ദൈവം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഞാൻ ആരാണ്? സർവശക്തൻ. എൻ്റെ പേര് എൽ ശദായി, സർവശക്തൻ, സർവശക്തനായ ദൈവം. എന്താണ്? 12-ാം അധ്യായത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരുമെന്ന്. അത് നിവർത്തീകരിക്കാൻ ഞാൻ സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവം എൽ ശദായി അബ്രഹാമിന് വെളിപ്പെടുകയാണ് 17-ാമത്തെ അധ്യായത്തിൽ. അങ്ങനെ ആ വെളിപ്പെടലിൻ്റെ ഫലമായിട്ട് മനസ്സിലൊന്ന് കുറിച്ചിടുക. എൽ ശദായി 21-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദൈവം സാറയെ സന്ദർശിച്ച് താൻ വാഗ്ദത്തം ചെയ്തിരുന്ന പോലെ യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളിച്ചേരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അങ്ങനെ ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ കൊടുത്ത പേരാണ് എന്ത്? ഇസഹാക്ക് എന്ന പേര്. 22-ാം അധ്യായത്തിൽ ഈ കുഞ്ഞ് വളരുകയാണ്, വളർന്നു വലുതായി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, പരീക്ഷിച്ചു. 22 നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകൻ ഇസ്ഹാക്ക് കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് എന്ന് ഞാൻ അവിടെ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ എന്ത് കഴിക്കണം? ഹോമയാഗം കഴിക്കണം. ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട്, ചെറുപ്പക്കാരനായ ബാല്യക്കാരനായ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം പോവുകയാണ്. ചിന്തിക്കണം, അബ്രഹാം പോവുകയാണ്. എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യം ചിന്തിക്കുന്നുള്ളൂ, ഈ അബ്രഹാം ഈ കൊച്ചിനുമായിട്ട് എന്ത് കഴിക്കാൻ പോവുക? യാഗം കഴിക്കാൻ പോവുക. എൻ്റെ പ്രശ്നം കൊച്ചിനെ കൊല്ലുന്നതല്ല, യാഗം കഴിക്കുന്നതല്ല. ഈ അബ്രഹാം എങ്ങനെ തിരിച്ച് വീട്ടിൽ വരും? അബ്രഹാം തിരിച്ച് കൊച്ചില്ലാതെ എങ്ങനെ വീട്ടിൽ വരും? വീട്ടിൽ വന്ന അബ്രഹാമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച്. അബ്രഹാം പോയി, കൊച്ചില്ല, തിരിച്ചു കയറി വന്നു. സാറ എന്തോ ചെയ്യും? കാര്യം ഇമാജിൻ. അത് ചിന്തിച്ചാൽ ഒരിക്കലും ഒരു കുട്ടിക്ക് ചെയ്യാനൊക്കത്തില്ല. ചെയ്യോ? ഒരു കുട്ടിയെ കൊല്ലാനൊക്കില്ല. നിങ്ങൾക്ക് ഇപ്പം ഈ മക്കൾക്ക് ഓർമ്മ കാണത്തില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കേരളം കത്തിച്ച ഒരു സംഭവമുണ്ട്. ഇന്നും അതിൻ്റെ ഓർമ്മകൾ അലയടിക്കുന്നുണ്ട്. രാജൻകൊല കേസാണ്, കേട്ടിട്ടുണ്ടോ? ഉരുട്ടിക്കൊലയാണ്. ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ രാജനെ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ വായിച്ച ഒരു സംഭവത്തിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാജൻ്റെ അമ്മ പിന്നെ അങ്ങ് പൈത്യമായിപ്പോയി, മനസ്സൊന്ന് ഇടറിപ്പോയി. ആ പ്രായത്തിലുള്ള മക്കളെ കാണുമ്പോൾ, തൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള മക്കളെ കാണുമ്പോൾ അപ്പൻ്റെ കോളറെ പിടിച്ച് കുലുക്കുമായിരുന്നെന്ന്. അവൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും കെട്ടി. അതാണ്ട് ഇവിടെ ഒരുത്തിന് ഇരിക്കുക, ഒരു ചിന്തയില്ല ചെറുക്കനെ കെട്ടിക്കുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞ് അപ്പൻ്റെ കോളറെ പിടിച്ച് ഒലയ്ക്കുമായിരുന്നു. കാരണം തൻ്റെ മകനാ. ഈ അമ്മയെ എങ്ങനെ അപ്പൻ ഫേസ് ചെയ്യും? ഈ അമ്മയെ എങ്ങനെ അപ്പൻ ഫേസ് ചെയ്യും? പക്ഷെ അബ്രഹാമിനത് ചിന്തിക്കാൻ ഒക്കില്ല, നേരെയില്ല. ദൈവം പറഞ്ഞ് ചെയ്ത് ബാക്കിയെല്ലാം പിന്നെ. ഈ കുഞ്ഞുമായിട്ട് കയറി പോകുമ്പോൾ മകൻ ഒരു ചോദ്യം ചോദിച്ചു അബ്രഹാമിനോട്. അബ്രഹാമേ, അപ്പാ എല്ലാം ഉണ്ടല്ലോ. 3-ാം ദിവസം അബ്രഹാം ആ സ്ഥലം കണ്ടു, അവിടെ പോവുകയാണ്. അവരൊന്നിച്ച് നടക്കുന്നു. 7-ാം വാക്യം. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് പറഞ്ഞു, അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അബ്രഹാം പറഞ്ഞ മറുപടി എല്ലാവരും ചേർന്ന് പറയണേ. 22-8 ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ആർക്ക്? തനിക്ക്. അങ്ങനെയാണ്. അബ്രഹാം said God will provide for himself. ഇതെല്ലാം for a burnt offering. അബ്രഹാം പറയുകയാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടി. ആർക്കാ? തനിക്ക്. ആർക്കാ? തനിക്കെന്ന് പറഞ്ഞാൽ ആർക്കാ? ദൈവത്തിന്. അപ്പോൾ ഇസ്ഹാക്കിൻ്റെ യാഗം കഴിക്കുമ്പോൾ പകരം എന്തെങ്കിലും ചെയ്യേണ്ടത് ആരുടെ ജോലിയാണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എൻ്റെ ആവശ്യം എന്നെക്കാട്ടിലും അവിടുത്തെ ആവശ്യമാണെന്ന്. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടുകുട്ടിയെ കരുതിക്കൊള്ളും. ഉറക്കെ പറഞ്ഞ്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടുംകുട്ടിയെ കരുതിക്കൊള്ളും. അബ്രഹാം കത്തിയെടുത്തു, കുത്താനായി. പക്ഷേ ഒരു അത്ഭുതം നടന്നു. കത്തിയെടുത്തു, അങ്ങനെയല്ലേ? അവിടെ കിടന്നു.
അബ്രഹാം ഒരു സ്ഥലത്തെത്തി, യാഗപീഠം പണിതു, വിറകടുക്കി, ഇസ്ഹാക്കിനെ കെട്ടി, യാഗപീഠത്തിന് പിറകെ കിടത്തി, കൈ നീട്ടി തൻ്റെ മകനെ അറക്കേണ്ടതിന് കത്തിയെടുത്ത് അറക്കാൻ പോവുക. ഈ കത്തിക്കും കഴുത്തിനും ഇടയ്ക്ക് എത്ര സമയം കാണും? കത്തിക്കും കഴുത്തിനും ഇടയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ അതൊക്കെ സംഭവിക്കുക. കുത്തുന്നവർക്കൊക്കെ അറിയാം, ആഞ്ഞും അറച്ചും ഒന്നും ചെയ്യാനൊക്കത്തില്ല. അത് ഒറ്റ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് കർത്താവ് അബ്രഹാമിനെ തടഞ്ഞിട്ട് പറഞ്ഞു, ബാലിൻ്റെ മേൽ എന്ത് ചെയ്യരുത്, കൈ വെക്കരുത്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരു കൊമ്പ് കാട്ടി കുരുങ്ങി ഒരു ആട്ടുകുറ്റം കിടക്കുന്നത് കണ്ട് അതിനെ എടുത്ത് യാഗം കഴിച്ചു. ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഈരെ. ഇന്ന് രാത്രി പറയണം, കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് ഒരത്ഭുതം ചെയ്യുന്ന, തനിക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ പേരാ യഹോവ ഈരെ. എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം. എപ്പം കരുതും? കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് ഒരത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവം ഉണ്ടെന്ന്. ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ ഈരെ, കരുതുന്ന ദൈവം. കരമുയർത്തി പറഞ്ഞേ, യഹോവ ഈരെ, കരുതുന്ന ദൈവം. എപ്പോൾ പ്രവർത്തിക്കും? കഴുത്തിനും കത്തിക്ക് ഇടയ്ക്ക്. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചെന്ന് പറഞ്ഞേ, ദൈവം തനിക്ക് പ്രവർത്തിക്കും. എൻ്റെ ആവശ്യം തൻ്റെ ആവശ്യമാണ്. ഉറപ്പ് പറഞ്ഞേ, എൻ്റെ മക്കളുടെ ആവശ്യം അവൻ്റെ ആവശ്യമാണ്. എൻ്റെ ആവശ്യം എൻ്റേതല്ല, അവിടുത്തെ ആവശ്യമാണ്. എൻ്റെ ആവശ്യം എൻ്റേതല്ല, അവിടുത്തേതാ. ഹാലലൂയ, ഹാലലൂയ. ഒരുതരം നിഷേധാത്മകമായൊരു വാക്കാണ് പറയുക. വേണേ കരുതിക്കോളൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ കുഞ്ഞെൻ്റേതല്ല. 99-ാമത്തെ വയസ്സിൽ 100 കർത്താവ് എനിക്ക് തന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യം ദൈവത്തിൻ്റേതാ. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് നടക്കുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് യഹോവ ഈരെ, കരുതുന്ന ദൈവം. ഈ രാത്രിയിൽ എനിക്കും നിനക്കും വേണ്ടി കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പേര് അബ്രഹാം വിളിച്ചു. ആ ദൈവത്തിൻ്റെ പേര് യഹോവ ഈരെ, കരുതുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് സ്തുതിച്ചേ, എല്ലാവരും അതരം തുറന്ന് സ്തുതിച്ചേ. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പേര് യഹോവ ഈരെ, യഹോവ ഈരെ, കരുതുന്ന ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹോവ ഈരെ, കരുതുന്ന ദൈവം, അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ കാണുന്ന ഒരു ദൈവം. മരുഭൂമിയിൽ കണ്ട ഒരു ദൈവം, ശൂര്യന് പോകുന്ന നീരിൻ്റെ ഉറവിനരികെ കണ്ട ഒരു ദൈവത്തിൻ്റെ പേരാണ് എൽ റോയി എങ്കിൽ. കഴുത്തിനും കത്തിക്കുമിടയിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പേരാണ് യഹോവ ഈരെ, കരുതുന്ന ദൈവം. കരമടിച്ച് സ്തുതിക്കാവുന്നവർ കരമടിച്ച് സ്തുതിച്ച്, ഉറക്കെ സ്തുതിച്ച്. ആരും ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. രാത്രി ഓരോരുത്തർക്കും വേണ്ടി കാണുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല. നിനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നും. ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എൻ്റെ പൊന്നു മക്കളെ, കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ടെന്ന് ഈ രാത്രി അനുഭവങ്ങളിലൂടെ വിശ്വസിച്ചവർ, അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയവർ തിരിഞ്ഞു നോക്കി ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് യഹോവ ഈരെ എന്നാണ്. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല. നീനച്ചിടുമ്പോ എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല. നീനച്ചിടുമ്പോ എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകൻ എൻ്റെ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകൻ എൻ്റെ അരികിൽ വരും. ഓ അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ. ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും.
ഓ അപ്പവും ഇറച്ചി ഇവ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. ഓ എനിക്കായി കരുതുവാൻ ഈകത്തിലില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ. ഓ എനിക്കായി കരുതും ഈകത്തിലില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സാരഫാത്തി സാഗിച്ചിടാനാ ഒരുക്കമായിരുന്നിടുന്നു. ഓ ക്ഷാമമേറ്റു സാരഫാത്തി സാഗിച്ചിടാനാ മരിക്കുവാൻ ഒരുക്കമായിരുന്നിടുന്നു. ഓ കാലത്തിലെ പാപദേശം കുറയുന്നില്ലേ എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുവേ. ഓ കാലത്തിലെ പാപദേശം കുറയുന്നില്ലേ എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുവേ. എനിക്ക കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല എനിക്കായി കരുതുവാൻ ഈകത്തിലില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമേ. എനിക്കായി കരുതുവാൻ ഈകത്തിലില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമേൽ. ഓ എനിക്കായി കരുതുവാൻ ഈകത്തിലില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം. ഓ എനിക്കായി കരുതുവാൻ കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് ദൈവം തനിക്ക് ഹോമയാഗത്തിന്, നിനക്കല്ല, തനിക്ക് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി. അവിടുത്തെ കാര്യമാ, അവിടുത്തെ കാര്യമാ, എന്റെ കാര്യമല്ല, അങ്ങയുടെ കാര്യമാ. എനിക്കായി കരുതുവാൻ ഈകത്തിലില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാണ്. അങ്ങനെ ഇസ്ഹാക്ക് 21-ാം അധ്യായത്തിൽ ജനിക്കുന്നു. 22-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ദൈവം ഇസ്ഹാക്കിന്റെ ചോദ്യത്തിന് മുമ്പിൽ അബ്രഹാം ഇസ്ഹാക്കിനോട് പറയുന്നുണ്ട്, മോനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ഈ ബോധ്യത്തിൽ ഇസ്ഹാക്ക് വളരുകയാണ്. ബോധ്യങ്ങൾ കൈമാറ്റപ്പെടേണ്ടതാണ്, അറിവുകൾ കൈമാറ്റപ്പെടണം, അറിവുകൾ എന്നും കൈമാറണം. കൈമാറി അത് പോവുകയാണ്. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തില് യാക്കോബാണ്. അനന്തരം ജോസഫിന് തൻ്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എബ്രൈ എന്ന് 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു എന്നു. നിന്റെ മകൻ ജോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിൽമേൽ ഇരുന്നു. ഞാൻ ആ വാക്കിങ്ങനെ ആ ഒരു ഭാഗം വായിച്ച് കരഞ്ഞിട്ടുണ്ട്. നോക്കിയേ, യാക്കോബ് തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിൽമേലിരുന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. എപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകണം. യാക്കോബ അവസ്ഥ അറിയാമോ? 48-ന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണാൻ വഹിയാതിരുന്നു. കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞാൽ പ്രായമായി, പക്ഷേ ഡിമെൻഷ്യ ഇല്ല, മറവിയില്ല, ഓർക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഈ പ്രായമുള്ളവർ എടുക്ക പോയിരിക്കണമെന്ന് പറയുക. പ്രായമുള്ളവർ പറയുന്നത് ഒത്തിരി വലിയ കാര്യങ്ങളാണ്, അനുഭവങ്ങളാണ്. അവർക്കൊത്തിരി അനുഭവ സമ്പത്തുണ്ട്. ഇസ്ഹാക്ക് ഇങ്ങനെ മറിഞ്ഞു പോകും. അതുകൊണ്ട് പാർക്കിൻസൺസ് കാണാം, കണ്ണ് കാണത്തില്ല, കൈ ഉറയ്ക്കുന്നില്ല, എങ്ങനെയൊക്കെ ഒന്ന് ഉറപ്പിച്ചിരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു. അടുത്ത മക്കൾ നിൽക്കുക. ജോസഫ് 3-ാം തലമുറയുണ്ട്. ആരാ? എബ്രഹീമും മനശ്ശയും. അവരോട് പറയുക, ഈ ഭാഗങ്ങളൊക്കെ അറിയാമെന്നുള്ള ചിന്ത പറയുകയാണ്. 48-ന്റെ 3 യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. ഒത്തിരി ഓർമ്മ ചികഞ്ഞെടുക്കുകയാണ് ഈ അപ്പൻ. കണ്ണ് കാണാത്ത അപ്പൻ ഓർത്തെടുത്തിട്ട് പറയുന്നു, എനിക്കൊരു ദൈവത്തെ അറിയാം, ആ ദൈവം ലൂസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പേരെന്താ?
സർവശക്തൻ, എൽ ശദ്ധായി. എല്ലാവരും ഉറക്കം പറഞ്ഞേ, എന്താണ് എൽ ശദ്ധായി? എൽ ശദ്ധായി എന്നെ ലൂസിൽ വെച്ച് അനുഗ്രഹിച്ചു. ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയതായിരിക്കണം? വായിക്കാം. 28 ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം. അവിടെ കണ്ണ് കാണാത്തൊരപ്പൻ വീണ്ടും കാണുന്നുണ്ട്. ഇസഹാക്ക് 27:1 നിങ്ങളുടെ കൂടെ വന്ന് നോക്കണേ. ഉൽപ്പത്തി 27:1. ഇസാക്ക് വൃദ്ധനായി, അവൻ്റെ കണ്ണ് കാണാൻ വയ്യ. ഇപ്പം നമ്മൾ കണ്ണ് കാണാത്ത ഒരാളെ കണ്ടു. ആരെയാ? യാക്കോബിനെയാ. കണ്ണ് കാണാത്ത യാക്കോബ് തൻ്റെ കൊച്ചുമക്കളോട് പറയുന്നു, ലൂസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പേരെന്താ? സർവശക്തൻ. ഇവിടെ 27 കണ്ണ് കാണാത്ത ഇസഹാക്ക് മോനോട് പറയുന്ന, ഏശാവിനോട് എനിക്ക് അനുഗ്രഹം വേണം, വൃദ്ധനായി, പക്ഷേ നീ എനിക്ക് നല്ല ഭക്ഷണം കൊണ്ടു തരണം. അതിന് ഏശാവ് പോകുമ്പോൾ പാത്തിരുന്ന് കേട്ട അമ്മയും മോനും കൂടെ നടത്തിയ ഒരു പ്രച്ഛന്ന വേഷ മത്സരം. ലോകത്തിലെ ആദ്യത്തെ ഫാൻസി ഡ്രസ് ആരാ നടത്തിയേ? ലോകത്തിലെ ആദ്യത്തെ ഫാൻസി ഡ്രസ് മത്സരത്തിൽ അരങ്ങൊരുങ്ങിയത് ആരാ? യാക്കോബ. വേഷം കെട്ടിയത് അനിയൻ ആരായി? ചേട്ടനായി. നമ്മൾ കണ്ടിട്ടുണ്ട് ഫാൻസി ഡ്രസ്. മഹാത്മാഗാന്ധി ഇങ്ങനെ പപ്പടമൊക്കെ ഒട്ടിച്ച് കണ്ണാടിയൊക്കെ വെച്ച് അങ്ങനെ പലരിത്. മദർ തെരേസ. പക്ഷേ അന്ന് ആദ്യമായിട്ട് ഫാൻസി ഡ്രസ് മത്സരം നടന്നു. ആരാ? യാക്കോബ് ചേട്ടനായി. പക്ഷേ മിമിക്രി അറിയത്തില്ലായിരുന്നു. ശബ്ദാനുകരണം എന്നൊരിടത്ത് പറയത്തില്ല, സിനിമാ നടന്മാരെ അനുകരിക്കത്തില്ല, അനുകരണം അറിയത്തില്ല. പക്ഷേ ആടി തിമർത്തു. അങ്ങനെ വഞ്ചിച്ച് അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞപ്പോൾ സിബ്ലിംഗ് റിവൽറി കേട്ടിട്ടുണ്ടോ? വാട്ട് യു മീൻ ബൈ സിബ്ലിംഗ് റിവൽറി? സിബ്ലിംഗ് റിവൽറി സഹോദരന്മാർ തമ്മിലുള്ള. എന്നോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. മൂത്തനോട് അവരോടാണ് ഇഷ്ടം, എനിക്കൊന്നുമില്ല. ഈ മിക്കവാറും എല്ലാവരുടെ അകത്തതുണ്ട്. എൻ്റെ അമ്മ ഓർക്കാൻ എന്നോട് ഇഷ്ടമേ ഇല്ല, അവരോടാണ് ഇഷ്ടം, ഇവരോടാണ് ഇഷ്ടം. ഈ പക മനസ്സിൽ കിടക്കുന്ന പെണ്ണിൻ്റെ പേരാണ് എന്ത്? അത് ലോകത്ത് വേദപുസ്തകത്തിലുള്ളൊരു സംഭവം. ആര് തമ്മിലാ? ഏശാവും യാക്കോബും. മിക്കവാറും എല്ലായിടത്തും അതില്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പം അങ്ങനെ ഈ ചേട്ടൻ അനിയനെ കൊല്ലുന്ന, ചേട്ടൻ നയ്യാട്ടുകാരനാ, അനിയനെ കൊല്ലുവറായപ്പം കണ്ണ് കാണാത്ത അപ്പൻ മോനോട് പറയുന്ന ഒരു വാക്കാണ് 28 കണ്ണ് കാണാത്ത അപ്പൻ 3-ാം വാക്യത്തിൽ 28:3 പറയുന്നു, മോനെ നീ പൊക്കോ, നീ ഓടിപ്പോ, സർവശക്തനായ ദൈവം നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. കണ്ണ് കാണാത്ത അപ്പൻ മോനെ അയക്കുക, യാക്കോബിനെ പറഞ്ഞു വിടുക, ഏതായാലും ചേട്ടൻ്റെ കൈകൊണ്ട് നീ മരിക്കണ്ട, ഓടിപ്പൊക്കോ, ഒരു പക്ഷേ ഇനി ഞാൻ നിന്നെ ഒരിക്കലും കാണത്തില്ല. അതൊരു ഭയങ്കര സീനാണ്. അപ്പനും മോനും കൂടെ പിരിയുക. കണ്ണ് കാണാത്ത അപ്പൻ ഇനി ഒരിക്കൽ പോലും ആരെ കാണണമെന്നില്ല, യാക്കോബിനെ കാണത്തില്ല. പൊക്കോ, നീ എവിടെങ്കിലും ഓടിപ്പോ, നീ ഇനി എന്നെ കാണണ്ട, ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഇനിയും കാണത്തില്ല. ലാസ്റ്റ് പാർട്ടിങ്ങാണ്. മീറ്റിംഗ് ആൻഡ് പാർട്ടിങ് ബോത്ത് ആർ പെയിൻഫുൾ എന്നാണ്. കൂടിക്കാഴ്ചയിലും സങ്കടമാണ്, പിരിയുന്നതും സങ്കടമാണ്. ഒരിക്കലും പോലും ഇനിയും കാണാൻ സാധ്യതയില്ലാത്തൊരു പിരിച്ചിൽ അപ്പനും മോനും കൂടെ പിരിയുമ്പോൾ അപ്പൻ മോനോട് പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് കണ്ണ് കാണത്തില്ലെങ്കിലും ഒരാളെ അറിയാം, സർവശക്തനാ, പൊയ്ക്കോ മോനെ, ഓടിപ്പൊക്കോ, നിൻ്റെ കൂടെ ആര് കാണും? സർവശക്തൻ കാണും. യാക്കോബ് ഓടിപ്പോയി. യാക്കോബ് ഇച്ചിരി കുരുത്തക്കേടൊക്കെ കാണിച്ചെങ്കിലും ലൂസിൽ വെച്ച് 28-ാം അധ്യായത്തിൽ ലൂസിൽ വെച്ച് കല്ല് തലയണയായി വെച്ച് കിടക്കുക. മക്കളെ, കല്ല് തലയണയായി വെച്ചു എന്നൊക്കെ വായിക്കുമ്പോൾ അത് അറിയണമെങ്കിൽ കല്ലേ വെച്ച് കിടന്നു നോക്കണം. കട്ടിയുള്ള തലവണയാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പം പാടാം. തലവണ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം. നല്ല കട്ടിയുള്ളതാണെങ്കിൽ സ്പോൺലൈസിസ് ഒക്കെ ഉണ്ടാവുമോ? ഭയങ്കര വലിപ്പമുള്ള, അതിന് സോഫ്റ്റ് തലവണയൊക്കെ ആകാമോ? ഇവിടെ കല്ല് തലവണയായിട്ട് വെക്കുക. ഉറക്കം വരുമോ? ഇല്ല. എന്നാലും ക്ഷീണം കൊണ്ട് കൊച്ചൻ ഉറങ്ങിപ്പോയപ്പോൾ യാക്കോബ് ഓർത്തെടുക്കുക, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഓടിപ്പോയി, ജീവനും മരണത്തിനും ഇടയ്ക്ക് ഓടുക, ചേട്ടനെ പേടിച്ച് ഓടുക. ഓടുമ്പോൾ ആ ഇരുണ്ട രാത്രി എനിക്കൊരാൾ പ്രത്യക്ഷപ്പെട്ടു, സർവശക്തനായ ദൈവം. ആ ദൈവത്തിന് ഞാൻ പേരിട്ടു എൽ ശദ്ധായി. ആര് കൊടുത്തതാ? കണ്ണ് കാണാത്ത അപ്പൻ മോന് പരിചയപ്പെടുത്തി കൊടുത്തു. നീ പൊയ്ക്കോ, ഞാനെന്നേയും കൂടി നീ കാണത്തില്ല, ഒരു പക്ഷെ ഒരിക്കലും നമ്മൾ കാണത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സർവശക്തൻ നിൻ്റെ കൂടെ കാണും. യാക്കോബ് അത് ഓർത്തെടുക്കുകയാണ്. ലൂസിൽ വെച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചു. സർവശക്തനായ ദൈവം എന്നെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. വീണ്ടും സർവശക്തൻ്റെ ഇടപെടൽ ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് 35-ാം അധ്യായത്തിലാണ്. ശ്രദ്ധയോടെ കൂടെ വരണേ. 35-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യം, യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവനെ പിന്നെയും പ്രത്യക്ഷനായി അനുഗ്രഹിച്ചു.
11-ാം വാക്യം. ദൈവം പിന്നെ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും. മക്കളെ, കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസ്? പുറപ്പെടും. ഏത് ടെൻസാ? ഫ്യൂച്ചർ ടെൻസാ. ദൈവം വലിയൊരു കാര്യം പറഞ്ഞു, നിന്റെ കടിപ്രദേശത്തു നിന്ന് രാജാക്കന്മാർ പുറപ്പെടും. ഫ്യൂച്ചർ സംഭവിച്ചു. റാഹേല, അടുത്ത വാക്യം. ഈ വാഗ്ദത്തം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യത്തിൽ കാണുന്നു, താഴോട്ട് വരുമ്പോൾ 16-ൽ റാഹേൽ ഗർഭിണിയാ. യാക്കോബിന് 2 ഭാര്യമാരാ. ആരൊക്കെയാ? ലേയും റാഹേലയാ. റാഹേല് ഒത്തിരി സ്നേഹിച്ച ഭാര്യ. റാഹേല് മരിച്ചു. വാഗ്ദത്തം കേട്ടു. എന്തോ കേട്ടു? റാഹേല് മരിച്ചു. വാഗ്ദത്തം എന്തായിരുന്നു? നിന്റെ കടിപ്രദേശത്തു നിന്ന് രാജാക്കന്മാർ എന്തു ചെയ്യും? പുറപ്പെടും. പക്ഷെ ദൂത് കേട്ടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ റാഹേല് മരിച്ചുപോയി. റാഹേല് മരിക്കുകയും പ്രസവത്തോടെ മരിക്കുകയാണ്. ഒരമ്മ പ്രസവത്തോടൊരു കുഞ്ഞിന് അമ്മ മരിച്ചു പോയെങ്കിൽ ആ കുഞ്ഞ് ദൗർഭാഗ്യം പിടിച്ച കുഞ്ഞാന്ന് പറയും. അവൻ ജനിച്ചു, അമ്മയുടെ തല പോയി. അമ്മ കുഞ്ഞിന് പേരിട്ടു ബെനോനി. അങ്ങനെയാണോ? വായിക്കോ 18-ാം വാക്യം. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയത്ത് ആ അമ്മ കുഞ്ഞിന് പേരിട്ടു എന്താ? ബെനോനി. അർത്ഥം കഷ്ടതയുടെ പുത്രൻ. ബെനോനി മരിച്ചു. അമ്മ മരിച്ചുപോയി. ചോര കുഞ്ഞിനെ കയ്യിലെടുത്തു യാക്കോബ്. അമ്മയില്ലാത്ത ഒരു കുഞ്ഞിന് അപ്പനും വേണം അമ്മയും വേണം. എന്നാൽ അപ്പനെക്കാട്ടിലും കൂടുതൽ കുഞ്ഞിന് ആവശ്യം ആരെയാ? അമ്മയാ. അമ്മ വേണം പാലൂട്ടാൻ, അമ്മ വേണം കുഞ്ഞിനെ വളർത്താൻ. അമ്മ ഒരു വലിയ കാര്യമല്ലേ? അമ്മയില്ലാത്ത ഈ കുഞ്ഞിനെ ഈ അപ്പൻ എന്തോ ചെയ്യും? ചോര കുഞ്ഞിനെ. പക്ഷെ ഇച്ചിരി മുമ്പ് ദൈവം യാക്കോബ് പറഞ്ഞു, ഞാൻ ആരാ? സർവശക്തനാ. ഞാൻ നിന്റെ കടിപ്രദേശത്ത് ജാതികളും രാജാക്കന്മാരും പുറപ്പെടും. ചോര പുരണ്ട കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അപ്പൻ പേരിട്ടു, ഇവൻ ബെനോനി അല്ല ബെന്യാമീന. അർത്ഥം വലങ്കയ്യുടെ പുത്രൻ. അമ്മ താരാട്ട് പാടാനില്ലെങ്കിലും ഇവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട്. ബെനോനി അല്ല ബെന്യാമീൻ എന്ന് പേരിട്ടു. അമ്മയില്ലാത്ത കുഞ്ഞിനെ ബെന്യാമിനെ വളർത്തുക. ഈ ബെന്യാമിൻ വളർന്നപ്പോൾ അമ്മയില്ലാത്ത കുഞ്ഞാ വളർന്നേ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഇവൻ്റെ കടിപ്രദേശത്ത് നിന്ന് ആര് പുറപ്പെടും? രാജാക്കന്മാർ പുറപ്പെടും. എൻ്റെ ദൈവം ആരാന്നറിയാമോ? 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ശമൂവേലിനൊരു രാജാവിനെ വാഴിക്കണം. ആരെയാ തെരഞ്ഞെടുത്തത്? ശൗലിനെയാ. ശൗൽ ഏത് ഗോത്രക്കാരൻ? ബെന്യാമീൻ ഗോത്രക്കാരൻ. കാലം മുമ്പോട്ട് പോകുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എബ്രായൻ ജനിച്ച എബ്രായൻ. അടുത്ത വാക്യം. ഏത് ഗോത്രക്കാരൻ? ബെന്യാമീൻ ഗോത്രക്കാരൻ. സങ്കീർത്തനം 68-ാമത്തെ സങ്കീർത്തനം വായിച്ചേ. സങ്കീർത്തനം 68. സങ്കീർത്തനം 25-ാമത്തെ വാക്യം. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പി നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗം നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തു. 27-ാം വാക്യം എല്ലാവരും ഒന്ന് ചേർന്ന് വായിച്ചേ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും മതി. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീൻ അമ്മയില്ലാത്ത കുഞ്ഞ്, അനാഥ കുഞ്ഞ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇന്നത്തെ മക്കൾക്ക് ചിലപ്പോൾ അതൊന്നും വിഷയമല്ല. എന്നാലും അനാഥ കൊച്ചുങ്ങളുണ്ടല്ലോ, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന അനാഥ കൊച്ചുങ്ങൾ, അവന്മാരോട് ചിലപ്പോൾ നമ്മൾ പറയാം, തന്തയ്ക്ക് പിറന്നവൻ വരാൻ പറഞ്ഞ ഇച്ചിരി പിള്ളേർക്ക് ഏത് മനുഷ്യനും ഒന്ന് ചാടി വരും. ഇപ്പോഴത്തെ CBSE പിള്ളേർ വരത്തില്ല. ആരും അറിയാം, എന്നെ അല്ലല്ലോ അപ്പനെ അല്ലേ. ഐ ഡോണ്ട് മൈൻഡ്, നോട്ട് മീ. പക്ഷേ ഈ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ച പാവം പിടിച്ച പിള്ളേരുടെ തന്തയ്ക്ക് പിറന്നു പറഞ്ഞാൽ വരും. ഇതിലും പാടാ. കുടിച്ചിട്ടൊക്കെ ഇച്ചിരി ദേഷ്യമൊക്കെ വരുമ്പോൾ അണ്ണന്മാരെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മയുടെ പാല് കുടിച്ചവരുണ്ടോടാന്ന് ചോദിക്കും. അമ്മയുടെ പാല് കുടിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇറങ്ങിച്ചെല്ലും. കാരണം അമ്മയുടെ പാല് കുടിച്ചതന്നെ. പക്ഷേ അമ്മയുടെ പാല് കുടിച്ചവനുണ്ടോ വരാമെന്ന് പറഞ്ഞാൽ ബെന്യാമിന് പോകാനൊക്കത്തില്ല. കാരണം അവരെന്തോ കുടിച്ചില്ല? പാല് കുടിച്ചില്ല. പക്ഷേ പാല് കുടിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ബെന്യാമിൻ
ചെറിയ നായകനായി അവരുടെ മുന്നിൽ നടക്കുക. എന്താ കാര്യം? അപ്പനോട് ദൈവം പറഞ്ഞു, അമ്മ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ അമ്മ പോയാലും അവൻ്റെ വലങ്കരത്തിൽ പിടിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അപ്പൻ ആ കൊച്ചനെ പേരിട്ടു, ഇവൻ ബെനോനി അല്ല, ബെന്യാമിന. ചെറിയ നായകൻ, ചെറിയ ബെന്യാമിൻ അവരുടെ നായകനായി മാറിയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക, സർവശക്തനായ ഒരു ദൈവം അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ കരത്തിലെടുത്തിട്ട് അപ്പൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. അതിനു മുമ്പ് തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു ദൈവമുണ്ട്. അമ്മ പോയാലും ഞാനുണ്ട്, എൻ്റെ പേര് സർവശക്തൻ എന്നാ. എൽ ശദായിയായ ദൈവത്തെ അറിഞ്ഞ യാക്കോബ് ഓർത്തെടുത്തിട്ട് പറയുക, അമ്മയില്ലാത്ത കുഞ്ഞിനെ ഞാൻ സർവശക്തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. 48-ാം അധ്യായത്തിൽ പിന്നെ പറയുന്നു, ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി, ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാ, അവൻ്റെ നാമം ബലമുള്ള ഗോപുരമാ. സർവശക്തനായ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. കാലം മുമ്പോട്ട് പോകുമ്പോൾ ഈ ചെറിയ ബെന്യാമിന് കിട്ടുന്ന പ്രതിഫലങ്ങൾ വലുതാകട്ടോ. അവനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജോസഫിൻ്റെ അവിടെ വെച്ച് എല്ലാ സഹോദരന്മാർക്കും ഒരു ഉടുപ്പ് വെച്ച് കൊടുക്കുമ്പോൾ ബെന്യാമിന് 5 ഉടുപ്പും 300 വെള്ളിക്കാശും കൊടുത്ത് അയക്കുന്നുണ്ട്. എന്താ കാര്യം? അതിന് ഇച്ചിരി മുമ്പ് അവൻ്റെ പാത്രത്തിൽ നിന്ന് ചാക്കിൽ നിന്ന് പാനപാത്രം എടുക്കുന്നത് വിസ്താര ഭയത്താൻ നിർത്തുകയാണ്. പാനപാത്രം എടുക്കുമ്പോൾ എല്ലാവരും അവൻ്റെ ചുറ്റും നിന്ന് വിളിച്ചു, കള്ളൻ 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 കള്ളൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോസഫ് അവന് 5 ഉടുപ്പും 300 വെള്ളിക്കാശും കൊടുത്തു. ബെന്യാമിനെ ചോദിച്ച ബെന്യാമിൻ പറയും, വളർത്താൻ അമ്മയില്ലായിരുന്നു, ചേർത്ത് താരാട്ട് പാടാൻ അമ്മയില്ലായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് പേരിട്ടു കഷ്ടതയുടെ പുത്രനാ, ഗതികെട്ടോനാ. അമ്മ കണ്ണടച്ചു, പക്ഷെ കണ്ണു തുറന്ന അപ്പൻ അതിനു മുമ്പൊരു കാര്യം കേട്ടിരുന്നു, സർവശക്തിയുള്ളൊരു ദൈവമുണ്ടെന്ന്. അതുകൊണ്ട് എൻ്റെ അപ്പൻ പേര് വിളിച്ചു, ഞാൻ ബെനോനിയല്ല, ബെന്യാമിന. അതുകൊണ്ട് ഇന്ന് ഞാൻ നായകനായി മാറി. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അമ്മയില്ലാത്ത കുഞ്ഞിനെ കരം പിടിച്ചൊരു ദൈവത്തിൻ്റെ പേരാ സർവശക്തനായ ദൈവം, എൽ ശദായിയായ ദൈവം, എൽ ശദായിയായ ദൈവം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി നടച്ചേ. അമ്മയില്ലാത്ത കുഞ്ഞിനെ മുന്നിൽ കൊണ്ടുവന്ന ദൈവം, പിമ്പനെ മുമ്പനാക്കാൻ കഴിവുള്ള, ചെറിയവനെ നായകനാക്കിയ ദൈവത്തിൻ്റെ പേരാ സർവശക്തൻ. ആ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. എന്നെ നിന്നെ കാണുന്ന ദൈവത്തിൻ്റെ പേരാ എൽ റോയി, എൽ റോയി, എൽ റോയി, എൽ റോയി. 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ പേരാ എൽ ശദായി. കണ്ണു കാണാത്ത യാക്കോബ് അത് ഓർത്തെടുക്കുക. ജീവിതയാത്രയിൽ ഞാൻ പലപ്പോഴും പോയി ഓടി 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 ഓടി, പക്ഷേ ഞാൻ കണ്ടൊരു ദൈവമുണ്ട്, എൽ ശദായിയായ ദൈവം, എന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവം, കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് ഒരു അത്ഭുതം ചെയ്യുന്ന ദൈവം. കണ്ണുകളെല്ലാം അടച്ച ഈ രാത്രി ചിലരുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ നാമം വെളിപ്പെടും. കുഞ്ഞെ, ദൈവത്തിൻ്റെ നാമം വെളിപ്പെടും. ഒരു പക്ഷേ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളില്ലാത്തവർക്ക് ഇത് അത്രയും സ്വീകാര്യമായി തോന്നണമെന്നില്ല. പക്ഷേ മുങ്ങിത്താഴുന്നവന് കച്ചിത്തുരുമ്പ് വലുതാ. പിടിക്കാൻ പറ്റിയൊരു നാമമുണ്ട്, എൽ ശദായിയായ ദൈവം. നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. കുഞ്ഞ് പോയി, സ്നേഹിച്ചവൻ പോയി, അവൾ പോയി, ഇനി കുഞ്ഞിനെ ആര് വളർത്തും? അപ്പന് വല്ല ആശങ്ക. പക്ഷെ അപ്പം കണ്ടു, വലങ്കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ബെന്യാമിൻ, ചെറിയ ബെന്യാമിൻ അവരുടെ നായകനായി, ചെറിയ ബെന്യാമിൻ അവരുടെ നായകനായി. കണ്ണുകളടച്ച് കാണുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. കാണുന്നുണ്ടോ? ഉറപ്പാണോ? നമ്മളെല്ലാം പുറമേ കാണുന്നവരാകട്ടോ. നമ്മൾ പെട്ടെന്ന് ബയാസ്ഡ് ആവും. മനുഷ്യൻ പുറം നോക്കി വിധിക്കും. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയ ഒരു ദിവസമുണ്ട്. എനിക്ക് എന്നോട് പുച്ഛം തോന്നിയൊരു ദിവസം. ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒരു ചെറുക്കൻ അവിടെ ഇരിക്കുക. 10-16 വയസ്സാണ് കാണുവാൻ. അവനിങ്ങനെ എന്തൊക്കെയോ നോക്കിയിരിക്കുക. അവനെന്നെ മൈൻഡ് ചെയ്തില്ല. എൻ്റെ മോനെ, അവനെന്നെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് അവനോട് ഭയങ്കര സങ്കടവും ദേഷ്യം തോന്നി. അഹങ്കാരി, നിഷേധി. ഞാൻ എന്നോട് പറയുക, ഇവൻ എന്നെ മൈൻഡ് ചെയ്യില്ല. എന്നെ പവർ വിഷനിലെ പ്രിൻസിപ്പാസ്റ്ററെ അവൻ അറിയത്തില്ല. അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ല. നോക്കാത്ത രാജാവിനെ എന്ത് ചെയ്യരുത്? തൊഴാൻ പാടില്ല. ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇറങ്ങാൻ നേരത്ത് ആ വീട്ടുകാരനോട് ചോദിച്ചു, അവനൊരു വീട്ടിൽ ഇരിക്കുക, ഇതാരാ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പൊട്ടനാ, കണ്ണത്ത് ചെവി കേൾക്കത്തുമില്ല, പറയത്തുമില്ല, ഡഫ് ആൻഡ് ഡമ്പാ.
ഞാൻ അവനെ വിധിച്ചില്ലേ, അവൻ എന്നെ മൈൻഡ് ചെയ്യാമെന്ന്. അവൻ ഡഫാണ്ടമ്പ ഈ മനുഷ്യരെല്ലാം പുറം നോക്കി വിധിക്കും. പക്ഷെ അകം കാണുന്ന ഒരുവൻ പറയുക, ആകാർ പറയുന്നു, എൽറോയി, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യും. ആ ദൈവത്തിൻ്റെ പ്രത്യേകത അമ്മ പോയ കുഞ്ഞിൻ്റെ കരത്തെ കയറി പിടിച്ചിട്ട് അനാഥനെ, പിൻപനെ, ചെറിയവനെ വലിയവനാക്കും. അവിടുത്തെ പേരാ എൽ ശദായി. കരങ്ങളടിച്ച് സ്തുതിച്ചെന്ന് രാത്രി ആരാധിച്ചേ. എൽ ശദായി, അമ്മയില്ലാത്ത കുഞ്ഞിനെ വലിയവനാക്കുന്ന ദൈവത്തിൻ്റെ പേര് സർവശക്തനായ ദൈവം. ആ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു പ്രിയരെ, വ്യക്തിപരമായി ജീവിതത്തിൽ കാണുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും സങ്കടങ്ങളെ കാണുന്ന എൻ്റെ ദൈവത്തിൻ്റെ പേരാ എൽ ശദായി. എൽ ശദായി. കരങ്ങളടിച്ച് സ്തുതിച്ച് ദൈവസന്ധി എഴുന്നേറ്റ് നിന്നും പുസ്തകങ്ങളൊക്കെ താഴെ വെച്ച് സൂക്ഷിച്ച് വെച്ച് സീറ്റുകളിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ദൈവത്തെ അവിടുത്തെ മക്കളോടൊപ്പം ചേർന്ന് ഒന്ന് പാടി സ്തുതിച്ച്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാ. അവിടുന്ന് സർവശക്തനാ. യേശുവിൻ്റെ നാമത്തിൽ വലങ്കരം പിടിക്കുന്ന ഒരു ദൈവത്തെ, കഴുത്തിനും കത്തിക്കുമിടയിൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ ഈ രാത്രി കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ ചില അത്ഭുതങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ആ ദൈവത്തിൻ്റെ പേര് എൽ റോയി. ആ ദൈവത്തിൻ്റെ പേര് എൽ റോയി. ആ ദൈവത്തിൻ്റെ പേര് എൽ ശദായി. ആ ദൈവത്തിൻ്റെ പേര് എൽ എലിയോൺ. ആ ദൈവത്തിൻ്റെ പേര് യഹോവ ഈരേ. എനിക്കായി കരുതുന്ന ദൈവം. എന്ത് ദൈവം? കഴുത്തിനും കത്തിക്കുമിടെ ലൂസിൽ ഹല്ലേലൂയ ഓളി കേൾക്കുന്ന ശൂന്യതയിൽ കഴുത്ത് തലമണയിൽ കല്ല് തലണയായി വെച്ച് ഉറങ്ങുമ്പോൾ സ്വർഗ്ഗർക്ക് തുറക്കപ്പെട്ട ഒരു സ്വർഗത്തെ കണ്ട് സർവശക്തനായ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ച കാര്യം കണ്ണു കാണാത്ത ഒരപ്പൻ വീണ്ടും ഓർത്തെടുക്കുമ്പോൾ ഇന്ന് രാത്രി ഓർമ്മയുടെ ചെപ്പിൽ നിന്ന് പുറത്തെടുത്ത് പറ, എനിക്ക് കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ പേര് വലങ്കരം പിടിക്കുന്ന ദൈവം എൽ ശദായി. കരങ്ങളടിച്ച് സ്തുതിച്ചേ, അതിനം തുറന്ന് സ്തുതിച്ചേ, സർവശക്തനെ സ്തുതിച്ചേ, അതിനങ്ങൾ തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചേ. എൽ റോയിയേ, എന്നെ കാണുന്നവനെ, എൽ ശദായിയേ, സർവശക്തനെ. ഹല്ലേലൂയ. റകന റിഗന രബന ഹദന റിഗല രഗജ രബന ഹന്തരാജന